കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. പൊതുസമൂഹത്തിന് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഇവിടെ UDF നേതൃത്വം. എന്നും കണ്ടു വലിയ വിമർശനങ്ങൾ. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും രൂക്ഷ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം വിദ്യാർത്ഥി സംഘടനയുടെ മുഖവാരിക. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം വിമർശിച്ചാണ് റിസാല വാരികയിലെ മുഖപ്രസംഗം. ഈ ലക്കം മുഖപ്രസംഗം നിലമ്പൂരിൽ ആരാണ് ഒരു പണത്തൂക്കം മുന്നിലെന്ന തലക്കെട്ടോടെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF ബന്ധത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് ലേഖനത്തിൽ. ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കേരളയാത്രയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തതിനെയും ലേഖനത്തിൽ ചോദ്യം ചെയ്യുന്നു. ഒരു കാലത്ത് ജമാഅത്തിനെ ശക്തമായി എതിർത്ത മുസ്ലിം ലീഗാണ് ഇപ്പോൾ സ്വീകരിച്ചിരുത്തുന്നത്. ഇസ്ലാമിക് ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബ്രദർഹുഡിനെ പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയാണ് നേതാക്കൾ. ഇത് കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും മുഖപ്രസംഗത്തിൽ നൽകുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന UDFന് എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുക എന്ന ചോദ്യവും ലേഖനമുയർത്തുന്നു. നിലവാരമില്ലാത്ത ആശയപ്രകാശനങ്ങളും പക്വതയില്ലാത്ത പെരുമാറ്റശീലങ്ങളും പൈങ്കിളി സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ ശരീരവും ദുർബലമായ പ്രത്യയശാസ്ത്ര പരിസരവും കൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിന് നിലയുറപ്പിക്കാനാവുക എന്ന ചോദ്യവും മുഖപ്രസംഗമുയർത്തുന്നു. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മുഖപത്രമാണ് റിസാല വാരിക. കൈരളി ന്യൂസ്, മലപ്പുറം.